ഹായ് ഗൈസ്, രാവിലെ തന്നെ നീ കേട്ടി എങ്ങോട്ടാന്നല്ലേ നമ്മളിന്ന് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു പൊലിവാണ് എൻ്റെ മുഖത്തേക്ക് കാണുന്നത്. അന്ന് ഇന്ന് ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ആവേശമാണ്. ഏതൊർക്കത്തുനിന്ന് ചാടി നിൽക്കട്ടോ. അങ്ങനെ ആരും നമ്മളിപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ സനുമ്മയ്ക്ക് പിന്നെ നമ്മളെ കൂടെ കൂടിയിട്ടുണ്ടോ. നമ്മളെല്ലാവരും കൂടെ നിലമ്പൂർക്കാണ് പോണേ. ഫസ്റ്റ് തന്നെ അറ്റ്ലസിലൊന്ന് കയറി കിട്ടോ. ഒടുക്കത്തെ തിരക്ക്, നിലമ്പൂരിലുള്ള എല്ലാ തിരക്കും അവിടെ ഉണ്ടായിന്. ആ തിരക്കിൻ്റെ ഇടയിൽ നമുക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയേ. ഇന്ന് പിന്നെ സനുവിനും ആദ്യം എടുത്തിട്ട് എനിക്കും മക്കളും കൂടെ നോക്കാമെന്ന് കേട്ടിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ സനുവിനും അവിടുത്തെ കളക്ഷൻ ഇഷ്ടമായിട്ട്. അപ്പോൾ അങ്ങനെ ഓല അവിടെ നിന്ന് എടുത്തേ. ഈ ഒരു ഫോൺ കേസ് എങ്ങനെയുണ്ട്? ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷീസ് എനിക്ക് തന്നാണ്. ഇതിലെൻ്റെ പേരൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്യൂട്ട് കേസില്ലേ. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി നേരമില്ലല്ലോ. എത്തി നോക്കുമ്പോൾ അവിടെ നല്ല തിരക്കിനി. പിന്നെ ഉമ്മാക്കുള്ള ഡ്രസ്സ് നമ്മൾ അവിടെ നിന്ന് സെറ്റാക്കി. ഇനി എനിക്കാണ് ഒന്നും കിട്ടാത്തത്. അങ്ങനെ ഒട്ടുമിക്ക കടയിൽ നമ്മൾ കയറി ഇറങ്ങിയതിന് ശേഷം ഇന്ന് അവസാനമായിട്ട് ഷോപ്പിക്കയിൽ ഒന്ന് കയറാമെന്ന് കരുതി. ഇവിടെ എന്തെങ്കിലും പഠിച്ചോന് എനിക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ടോ ഞാൻ ഇവിടെ കയറിയത്. അങ്ങനെ കുറച്ച് നേരത്തെ തെരച്ചിലിനും അലച്ചിലിനും ശേഷം എനിക്കുള്ളതും സെറ്റായി ഗൈസ്. അങ്ങനെ ഞാനും അവിടെ നിന്നെടുത്ത് ഹാപ്പിയായി. നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പുറത്തിറങ്ങിയപ്പോഴാണെങ്കിലോ ഒടുക്കത്തെ വെയിലും ചൂടും. ആ ചൂടിനുണ്ടെങ്കിൽ നല്ലപോലെ ദാഹിക്കണ്ടായിരുന്നു. പിന്നെ നമുക്ക് നോമ്പല്ലേ, നമ്മൾ അങ്ങനെ തന്നെ നിന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പർച്ചേസിങ് ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാം കൂടെ കുട്ടി നമ്മൾ വീട്ടിൽ പോവുകയാണെ. പോകണമെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങിട്ടോ. സത്രയുള്ളൂ, ബൈ.